അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും 1000 പുതുവത്സര ആശംസകൾ നേരുന്നു കേട്ടോ. ഇത് പുതുവത്സരമായിട്ട് ഞാനൊരു സ്വീറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ കുറച്ച് റവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ, ബദാം, മുന്തിരിങ്ങ, അണ്ടിപ്പരിപ്പൊക്കെയാണ്. നമുക്ക് ഈ റവ ഇച്ചിരി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഗ്യാസിൽ നമുക്ക് കുറച്ച് പഞ്ചസാര പാനിയാക്കി എടുക്കാമേ. അതിനകത്തോട്ട് തന്നെ റവ കുറച്ച് നല്ലൊരു ചൂടായി വന്നപ്പോൾ ഞാൻ നടുക്ക് ഇച്ചിരി നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ നെയ്ക്കകത്തോട്ട് നമുക്ക് ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ചെറിയ സ്പേസിൽ തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് അത് മൊത്തത്തിൽ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് ഒരു ബ്രൗൺ കളറായി വരണം, റവയും അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന റവ വെച്ചുള്ള ഹലുവയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ പാനിയാക്കി വെച്ചിരുന്ന വെള്ളമില്ലേ, പഞ്ചസാര പാനി, അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരും. ഹെൽത്തിയുമാണ്. നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസുകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇത് പെട്ടെന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹലുവയാണ് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ. താങ്ക് യു.